ദേവീ മാഹാത്മ്യം കിളിപ്പാട്ട് 7-ാം അധ്യായം. ചണ്ഡമുണ്ഡന്മാർ പെരുമ്പടയോടുമച്ചണ്ഡികാദേവിയെ ചെന്നു കണ്ടിടിനാർ. ശൈലേന്ദ്രശൃംഗേ മഹാസിംഹഗന്ധരെ നീലോൽപലാക്ഷിയെ കണ്ടാരസുരരും. മുമ്പിൽ ഞാൻ എന്നു പറഞ്ഞുടൻ വമ്പോടടുക്കുന്ന വൻപട കണ്ടപ്പോൾ കോപം മുഴുത്തു മുഖവും കറുത്തപ്പോൾ ശോഭയാം നെറ്റിത്തടത്തിങ്കൽ നിന്നുടൻ ഉദ്ഭവിച്ചിടിനാൾ കാളിയുമെത്രയും ദുഷ്പ്രേക്ഷ്യമായ കരാളമുഖത്തോടും പാശവും ഖഡ്ഗവും ഖഡ്വാംഗവും ധരിച്ചാശകളൊക്കെ നിറഞ്ഞ നാദത്തോടും വൃത്തവിസ്താരമം വക്ത്രയുമെത്രയും രക്തനേത്രങ്ങളും ചഞ്ചലാജിഹ്വയും മുണ്ഡമാലാഭരണം ദ്വിപചർമ്മവും കുണ്ഡലവും കുംഭികൊണ്ടണിഞ്ഞങ്ങനെ ഘോരാസുരപ്പട തന്നടുവിൽ പൂക്കു വാരി വിഴുങ്ങി തുടങ്ങിനാൾ. തേരാളികളെയും തേരുമൊരുമിച്ചു വാരിപ്പിടിച്ചു കടിച്ചു തകർക്കയും ഹസ്തിവൃന്ദത്തെയും അശ്വഗണത്തെയും ഹസ്തങ്ങൾ കൊണ്ടു പിടിച്ചു വിഴുങ്ങിയും ഖഡ്വാംഗ ദന്താഗ്രങ്ങളെക്കൊണ്ടും ഉദ്ധതബാണ നഖരങ്ങളെക്കൊണ്ടും ഖണ്ഡിച്ചൊടുക്കിനാൾ വൻപടയെല്ലാമേ. ചണ്ഡനും കോപിച്ചടുത്താനതു നേരം മണ്ഡലാകാരധനുസ്സുമായി സന്നിധൗ കാളിയെ ബാണങ്ങൾ കൊണ്ടു മൂടിയിടിനാൻ കാളമേഘം മഴ പെയ്യുന്നതുപോലെ. മുണ്ഡനും ചക്രങ്ങളെ പ്രയോഗിച്ചതു കണ്ടു കോപിച്ചടുത്തിടിനാൾ കാളിയും. ചണ്ഡനുടെ ശിരസാശു ഖഡ്ഗത്തിനാൻ ഖണ്ഡിച്ചിതു കാളി കോപേന തൽക്ഷണം. മുണ്ഡനെ ഖഡ്വാംഗപാദേന കൊന്നു ഭൂമണ്ഡലം തന്നിലിട്ടാർത്താൾ ഭയങ്കരം. ചണ്ഡമുണ്ഡന്മാരുടെ തല രണ്ടും അച്ചണ്ഡികാദേവി തൻ മുമ്പിൽ വെച്ചിടിനാൾ. സന്തുഷ്ടയായൊരു ദേവി അത് കണ്ടു ചിന്തിച്ചു കാളി തന്നോടരുളി ചെയ്തു: ചണ്ഡമുണ്ഡന്മാരെ നീ നിഗ്രഹിക്കയാൽ ദണ്ഡം കുറഞ്ഞെനിക്കുന്നതു കാരണം. ചാമുണ്ഡിയെന്നു ചൊല്ലി സ്തുതിച്ചിടുവോർ ഭൂമണ്ഡലത്തിങ്കലുള്ള ജനമെല്ലാം. അധ്യായം 7 സംക്ഷേപിച്ചു ചൊല്ലിനേൻ, ഭക്ത്യാ കുതൂഹലം പൂണ്ടു കേട്ടിടുവിൻ.